ഇപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവിയുടെ സ്വന്തം വീട്ടിലേക്ക് നാട്ടിലേക്ക് അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വരുവാണ് കേട്ടോ പൊങ്കലിന്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ മാമനാണെന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അയാൾ വരുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. അച്ഛമ്മയും അതുപോലെ തന്നെ ശ്രുതിയും ചന്ദ്രമതിയും നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് രേവതി ഉണ്ട് കേട്ടോ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, മാമൻ ചായയാണോ അതോ കോഫിയാണോ കുടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്കിള് ചായയാണോ കോഫിയാണോ കുടിക്കുക എന്നൊന്നും അറിയില്ല, കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് എന്നും ഇപ്പോഴത്തെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയണേ. അങ്ങനെയാണെങ്കിൽ രേവതി ചായയും കോഫിയും റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഓർഡർ ഇടുകയാണേ. അത് കഴിഞ്ഞ് അവർക്ക് ഫിഷ് ആണോ അതോ മീറ്റാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ നോൺ വെജ് നന്നായിട്ട് കഴിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും കോഴിയും ആടും പോത്തും എല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറയണേ. ഓഹോ, ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കണോ എന്നുള്ള കാര്യം നമ്മുടെ രവിയുടെ അമ്മ ചോദിക്കുന്ന സമയത്ത് അതിനെന്താണ് അമ്മേ, രേവതി എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തോളൂ എന്ന് പറയാണ് കേട്ടോ. ഓ അങ്ങനെയാണല്ലേന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ടല്ലോ ശ്രുതി അവർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആദ്യം അങ്കിള് വന്നോട്ടെ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ശ്രുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. തുടർന്ന് അവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി പുറത്തേക്ക് പോവാണ് കേട്ടോ. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അച്ഛമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ വർഷ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ റേഞ്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് അപ്പുറത്ത് കുറച്ച് തെങ്ങുന്തോപ്പൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, ശ്രുതി നീയും വാ എന്ന് പറയണേ. അപ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. അങ്ങനെ രേവതിയുടെ പുറകെ തന്നെ അച്ഛമ്മയും ചെല്ലുന്നുണ്ടേ. ഉടനെ തന്നെ നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം, ശ്രുതിയുടെ അങ്കിള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്കും റെഡിയാക്കി വെക്കണം എന്ന് പറയണേ. ആ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങ് പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ വർഷയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്താ അച്ഛമ്മ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചിയും മഹേഷിനെയും കൂടി കൂടിയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വിട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം, നീ അങ്ങോട്ട് ചെല്ല്. ശരി എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കയറുകയാണേ. അങ്ങനെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ചന്ദ്രമതിയെ വിളിക്കാൻ കേട്ടോ. പച്ചക്കറിയൊക്കെ വന്നോ, വഴുതിനിങ്ങ മെഴുക്ക് പുരട്ടി നന്നായിട്ട് ശ്രുതിക്ക് ഇഷ്ടമാണ്, അതുണ്ടാക്കാം. പിന്നെ അവിയല്, സാമ്പാർ, തോരൻ, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കണം. ഓ ഇതൊക്കെ ഉണ്ടാക്കണോ അല്ലേ? വേണം, പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പറയണോ അമ്മേ. ശ്രുതിയുടെ അങ്കിൾ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം അറിയില്ല, ഉടനെ തന്നെ എല്ലാം റെഡി ആയിരിക്കണം. എന്നിട്ട് ചന്ദ്രമതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അപ്പോഴാണെങ്കിൽ രേവതി കരിമ്പും കൊണ്ടിങ്ങനെ വരുവാണ് കേട്ടോ ഉള്ളിലേക്ക്. ചന്ദ്രമതി വിളിക്കുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ കരിമ്പൊക്കെ കൊണ്ടിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടേ. നിനക്കെന്താടി ഞാൻ വിളിക്കുന്നത് ചെവി കേട്ടൂടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. നീ എന്താണ് ചെയ്യുന്നത്, നിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നീയാണെന്നുണ്ടെങ്കിൽ കരിമ്പ് എടുത്തോണ്ട് വരുവാണല്ലോ. എന്താ കരിമ്പ് കണ്ട ഉടനെ തന്നെ നിന്റെ അച്ഛൻ ചെയ്യുന്ന ജോലി നിനക്ക് ഓർമ്മ വന്നോ? അത് നിങ്ങളുടെ കുടുംബത്തിന്റെ തൊഴിലല്ലായിരുന്നോ? കരിമ്പ് ജ്യൂസ് വിറ്റിട്ടാണല്ലോ നിന്റെ അച്ഛൻ ജീവിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ചന്ദ്രേ, ഈ സമയത്ത് എല്ലാവരുടെ വീട്ടിലും കരിമ്പുണ്ടാകും, അതിന് നീ എന്തിനു രാവിലെ തന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് അവളെ വേദനിപ്പിക്കുന്നത്? അയ്യോ അമ്മേ, ഞാനതിന് തെറ്റായിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ പലചരക്ക് വെക്കുന്ന ആൾക്കാരെ പലചരക്ക് കടക്കാരെന്ന് പറയും, ഇപ്പോ പാല് വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പാൽക്കാരെന്ന് പറയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നീ എന്ത് രീതിയിൽ സംസാരിക്കുന്നത് നന്നായിട്ട് അറിഞ്ഞൂടെ. ഇത് നോക്ക്, പൊങ്കാല കഴിയുന്നത് വരെ വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. നീ വായയിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തരുത്. അയ്യോ ഞാൻ എന്തിനാ അമ്മയെ സന്തോഷം കെടുത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതി നീ പോയിട്ട് ജോലി ചെയ്യേ, സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം അരിയേ, പിന്നെ അവിയലുണ്ടാക്ക്, രസം ഉണ്ടാക്ക്, മോരുണ്ടാക്ക്, പപ്പടം എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടി പറയുകയാണേ. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, ഇതെന്താ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ പറയുന്നത്? ഇതെല്ലാം അവൾ എന്തിനാ ചെയ്യുന്നത്? അമ്മേ, അവളാണ് എപ്പോഴും ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ അവളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്താ അവൾ നിന്റെ വീട്ടിലെ വേലക്കാരിയാണോ? അയ്യോ അമ്മേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, അവൾക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അവളും എൻ്റെ മരുമകൾ തന്നെയല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾ ചെയ്യും, അതിലിപ്പോ എന്താ ഉള്ളത്? ഓ അങ്ങനെയാണല്ലേ, അപ്പോ നിന്റെ ഒരു ഇത് പ്രകാരം നിന്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മരുമകള് ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെയല്ലേ? ഓക്കെ, നീ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. രേവതി നിന്റെ മരുമകളാണ്, നിന്റെ വീട്ടില് അവളോട് നീ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ എൻ്റെ മരുമകള് നീയല്ലേ, അപ്പോ നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ മതി എന്ന് പറയാണേ. ഞാനോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വായ പൊളിക്കുന്ന സമയത്ത് അതെ, അതിന് നീ എന്തിനാ വായ പൊളിക്കുന്നത്? പൊങ്കാല കഴിയുന്നത് വരെ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം നിന്റെ ജോലിയാണ്, നീ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന്, നീ ചുമ്മാ ഇരിക്കേ. ചന്ദ്രേ, ഇപ്പം നീ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? സാമ്പാർ, അവിയൽ,
പച്ചടി കിച്ചടി എല്ലാം ഉണ്ടാക്കണമെന്ന്. ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കണം. അയ്യോ അമ്മേ, ഞാനെങ്ങനെ ഇതെല്ലാം തനിയെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, തനിയെ എന്തിനാ ചെയ്യുന്നത്, നിനക്ക് വേറെ 2 മരുമക്കളില്ലേ, അവരും കൂടി വിളിക്കേ. അയ്യോ അമ്മേ, അവരൊന്നും രേവതിയെ പോലെയല്ല, വലിയ വീട്ടിലെ പെൺകുട്ടികളാണ്. വലിയ ഇടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ഒരു 2 ഏക്കറൊക്കെ ഉണ്ടാവോ? എന്താടി, അവർക്ക് 2 പേർക്കും കൊമ്പുണ്ടോ? ഈ വീട്ടിലെ എല്ലാവരും തുല്യരാണ്. അവരെ വിളിക്കാൻ വേണ്ടി പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ബബ്ബ അടിച്ച് നിൽക്കുകയാണ്. വിളിക്കാനല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും വർഷേ, ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. എന്താ ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട് 2 കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കൂടെ സുധിയും ഉണ്ട്, അതുപോലെ തന്നെ ശ്രീകാന്തും ഉണ്ട്. തുടർന്ന് അച്ഛമ്മ പറയുന്നുണ്ട്, ഞാനാണ് വരാൻ വേണ്ടി പറഞ്ഞത്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ 2 പേരും ഓരോരോ ജോലി എടുത്ത് ചെയ്യേ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ വർഷയും ചന്ദ്രമതിയുടെ മുഖത്തേക്ക് വെക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ തല താഴ്ത്താണ്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങളോ എന്ന്. അതെ, നിങ്ങളുടെ അമ്മായിമ്മയ്ക്ക് കൂട്ടായിട്ട് നിൽക്ക്. അതിന് രേവതി ഇല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. അവളവിടെ നിന്നോട്ടെ, നിങ്ങൾ 2 പേരും ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്യേ. എന്താ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും ശീലമില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ചറിയാമെന്ന് ശ്രുതി പറയുകയാണേ. അത് മതിയെന്ന് ശ്രുതിയുടെ അടുത്ത് അച്ഛമ്മ പറയാണ്. തുടർന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ കിച്ചൻ്റെ അരികിലേക്ക് പോലും പോകാറില്ല. ഭക്ഷണം കഴിക്കാൻ അറിയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് കഴിക്കാൻ അറിയാം, ഞാനൊരു ഫുഡിയാണെന്ന് പറയണേ. കുടിയോ? എന്ത് കുടിക്കുന്ന കാര്യമാണ് പറയുന്നത്? അപ്പോഴേക്കും രേവതി ചിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മ ഫുഡി എന്നാണ് പറഞ്ഞത്, അവൾക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ അറിയാം. നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പഠിച്ചു വെച്ചിട്ടില്ലേ, അപ്പോൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനും പഠിച്ചാൽ എന്താ? പെൺകുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അറിയില്ല എന്നുള്ള കാര്യം ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുകയാണല്ലോ. പെൺകുട്ടിയായി പിറന്നെന്ന് കരുതിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അറിയണമെന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും അറിഞ്ഞാൽ പോരെ അച്ഛമ്മയെന്ന് ചോദിക്കുകയാണെ വർഷ. അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇടയിൽ കയറണേ. അവൾ ഡബിങ്ങിന് ചെയ്യാനാണ് പോകുന്നത്, അവൾക്ക് അത് തന്നെ ജോലിയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സമയമില്ല എന്ന് പറയണേ ചന്ദ്ര. നാട്ടിലെ മഹാറാണിയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ ചെയ്തേ പറ്റുള്ളൂ. അച്ഛമ്മേ, ശ്രുതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാർലറിൽ നിന്ന് ജോലി ചെയ്യാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഭക്ഷണം ഉണ്ടാക്കുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയിലായിരിക്കണമല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവരുടെ വയറ് നിറയണമല്ലോ, അത് ഒരു പ്രത്യേക കഴിവാണ്, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് തന്നെയാണ് അച്ഛമ്മേ ഞങ്ങളും പറയുന്നത്, അത് ഞങ്ങൾക്ക് ഒരിക്കലും ആവില്ല. വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? കൂടെ നടന്നിട്ട് എല്ലാം പഠിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് കൂടെ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആ ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഈ മുളകെല്ലാം എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്ക്, അവള് അമ്മിയിൽ വെച്ച് അരയ്ക്കട്ടെ. പക്ഷേ നീ ഇരുന്നിട്ട് ആ പച്ചക്കറിയൊക്കെ വെട്ടെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതി ചുമ്മാ ഇരുന്നിട്ട് കാലാട്ടി ഇരിക്കുകയാണോ എന്നുള്ള കാര്യം. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ, അതാണല്ലോ ഇപ്പോൾ പ്രശ്നം, നീ ജോലി ചെയ്യുന്നതിലല്ല, അവൾ ജോലി ചെയ്യാതിരിക്കുമോ എന്നുള്ളതിലാണ് നിനക്ക് പ്രശ്നമല്ലേ. എന്തായാലും ഞാൻ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവൾ ചുമ്മാ ഇരിക്കൊന്നുമില്ല, അവൾക്കും പണിയുണ്ട്. രേവതി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. നിങ്ങൾ ചെയ്യുന്ന ജോലിയെല്ലാം അവൾ മേൽനോട്ടം വഹിക്കും. എന്താ നോക്കുന്നത്, ജോലി ആരംഭിക്കുമെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രീകാന്ത് നേരെ അച്ഛമ്മയുടെ പുറകെ ചെന്നിട്ട്, അച്ഛമ്മ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, വർഷയ്ക്ക് ഇതൊന്നും പരിചയമില്ല എന്നുള്ള കാര്യം പറയുകയാണേ. നീ ജോലി ചെയ്യുന്നത് അതാണെന്നുണ്ടെങ്കിൽ നീ അത് അവിടെ ചെയ്താൽ മതി, വീട്ടിൽ പെണ്ണുങ്ങളാണ് ജോലി ചെയ്യേണ്ടത്. തുടർന്ന് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡാവും, അവൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ഇങ്ങോട്ട് വാ രണ്ടാളെന്ന് പറഞ്ഞിട്ട് 2 മുതുകിനിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ അച്ഛമ്മ. പിന്നെ 2 ആൺപിള്ളേരല്ലേ, ഇവിടെ കണ്ടുപോരുത്, വെളിയിൽ എവിടെയും പോയിക്കോണമെന്ന് പറഞ്ഞിട്ട് 2 അവിടുന്ന് ഓടിച്ചു വിടുകയാണേ. നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് തന്നെ ജോലി ചെയ്യേ. വാ രേവതി, നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി അച്ഛമ്മ അവിടുന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഇതെന്നുള്ള കാര്യം. അയ്യോ നിർത്ത്, എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിടില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണേ. ചുമ്മാ നിങ്ങൾ 2 പേരും എനിക്ക് ഹെൽപ്പ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോൾ ഇതെല്ലാം ആര് ചെയ്യും, ഞാൻ തന്നെ ചെയ്യണമെന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ ശ്രുതി മുളക് അരയ്ക്കുകയാണ് കേട്ടോ അമ്മയിൽ. ആ അരയ്ക്കുന്നത് കണ്ടിട്ട് ചേച്ചി ചോദിക്കുന്നുണ്ട്, മോള് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നില്ലല്ലോ, നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെ അതെന്താ ശ്രുതി അങ്ങനെയെന്നുള്ള കാര്യം ചന്ദ്രമതി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റി, ഒരു പ്രാവശ്യം ഞാനൊരു കാര്യം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുള്ള കാര്യം പറയണേ. വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. അത് കഴിഞ്ഞ് ചന്ദ്രമതി അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് പണിയെടുക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്